ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. PMAY പോലെയുള്ള കാര്യം കോഴിക്കോട് കൗൺസിലർ പ്രതിഷേധമൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല. അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിൽ തടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നിർമ്മിച്ച ഒരു വീട്ടിന് മറ്റൊരാളുടെ പേര്, ലോഗോ ഒക്കെ പതിച്ചിട്ട് നിങ്ങൾ അതിൽ താമസിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഇതേ ഒരു അവസ്ഥ തന്നെയാണ് PMAY സ്കീമിൽ വീട് ലഭിച്ച ആൾക്കാരോട് PMAYയുടെ ലോഗോയും പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് വീട് എന്ന് പറയുന്നത് ഒരു ആത്മാഭിമാന പ്രശ്നമാണ്. സ്വന്തമായ വീടെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഈ ആൾക്കാർ കാണുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ മറ്റൊരാളുടെ പേരിലാണ് വീട് കിട്ടിയത് എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. PMAY സ്കീമിൽ വീട് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് അതിലെ ഗുണഭോക്താക്കളുടെ എണ്ണം എടുക്കാം, സ്കീമിനെ അഡ്വർട്ടൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നിങ്ങൾ തന്ന വീടിന് ഞങ്ങളുടെ ലോഗോ പതിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ ഒരിക്കലും പാടില്ല. അത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ നിലപാട് കൃത്യമായിട്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ലോഗോയും PMAY അല്ലെങ്കിൽ ഇതുപോലുള്ള സ്കീമുകളിൽ പെട്ട ആൾക്കാരുടെ വീടുകൾ പതിക്കുകയില്ല, അത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ പതിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് മുൻ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏറ്റവും വലുത് ജനങ്ങളുടെ ആത്മാഭിമാനമാണ്. അതൊരിക്കലും കാണാതെ പോകരുത്. പിന്നെ കേന്ദ്രവുമായിട്ടൊരു അൺഹെൽത്തി ഡിബേറ്റിന് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന മന്ത്രിയോട് ആകെ പറയാൻ ഇത്രയേ ഉള്ളൂ.